സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് വേറൊരു രീതിയിലാണ്. ഇന്റർപ്രറ്റ് ചെയ്യുന്ന വി ആസ് ഫിലിം മേക്കേഴ്സ് ഓർ ആക്ടേഴ്സ് ഭയങ്കര കോഷ്യസ് ആണ്. ബിക്കോസ് സോഷ്യൽ മീഡിയ നമ്മൾ പറയുന്നതായിരിക്കില്ല. നമ്മൾ പറയുന്ന ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ നമ്മൾ എല്ലാവരും ഇന്റർവ്യൂ കാണണമെന്നില്ല. ഇതിലെ ഒരു സെന്റൻസ്, അതിൽ ഒരു വാക്ക് മാറ്റുമ്പോൾ അതിന്റെ അർത്ഥം വേറെയാവും അല്ലേ? നമ്മൾ പറഞ്ഞതായിരിക്കില്ല. എന്നിട്ട് അതിനെ ഒരു ആയിട്ട് അത് വെച്ചിട്ട് അതിന്റെ അടിയിൽ കമന്റ് വരും. ആ കമന്റിനെ എടുത്ത് അത് പിന്നെ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ അവസാനം. പക്ഷെ ഈ ജിഞ്ചർ മീഡിയയും ശംഭുവുമായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കില്ല പിന്നെ അത് ടേക്കപ്പ് ചെയ്തിട്ട് വേറൊരു രീതിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ അവിടെ എല്ലാം കൊണ്ടുപോയി ഇന്റർവ്യൂ പോസ്റ്റ് ചെയ്യണം. ഫുൾ ലിങ്ക് കാണും. ഞാൻ പറഞ്ഞത് അതല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഇത് മുഴുവൻ കാണും അല്ലേ? നമ്മൾ പറഞ്ഞതിൽ നിന്നും ഒരു വാക്ക് മാറിപ്പോയാൽ അതിന്റെ അർത്ഥം തന്നെ മാറും. ഒരാൾ അതിൽ നിന്ന് എടുത്ത് അതിനെ ഓക്കെ ഇവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അതിൽ നിന്ന് അയാൾ ഒരു വാക്കും കൂടെ മാറ്റും, അത് വേറൊരു സ്ക്രീൻഷോട്ട് ആയിട്ട്. അങ്ങനെ വെറുതെ എന്തിനാണ് പണി മേടിക്കണം? നമ്മുടെ നമ്മളിപ്പോ ഈ ഇന്റർവ്യൂ നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ ചില വ്യൂസ് അബൌട്ട് സർട്ടൻ തിങ്, നമ്മുടെ സിനിമയെ കുറിച്ച് പറയാനും. അതൊരു അങ്ങനെ 10 പേര് സിനിമയെ കുറിച്ച് അറിഞ്ഞാൽ ആ സിനിമ കാണണ്ടെന്നുള്ളതാണ്. പക്ഷെ അതൊരു ദോഷമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് മോസ്റ്റ് ഓഫ് us are staying away. വിപത്തായിട്ട് വരരുതല്ലോ അല്ലേ? പിന്നെ ഈ പറഞ്ഞ കാര്യം ശരിയല്ലേ? ഇപ്പൊ നമ്മള് എല്ലാവരും ഇപ്പൊ പറയുന്നതും കാര്യങ്ങളൊക്കെ അവരുടെ വേർഡ്സ് വരെ ഭയങ്കര കോൺഷ്യസ് ആയി തുടങ്ങി എന്നുള്ളൊരു സംഭവം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അക്രോസ് ഇന്ത്യ അല്ലെങ്കിൽ അക്രോസ് ദ വേൾഡ് എനിക്ക് തോന്നുന്നു ഇത്രയും പീക്കിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബിക്കോസ് ഐ ട്രാവൽ എവറിവെയർ. ഫോർ വർക്ക്സ് ഇൻ ബോംബെയിലുണ്ട്. നോബഡി ഈസ് ബോതേർഡ് അല്ലേ? സോഷ്യൽ മീഡിയയിൽ പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗോസിപ്സ് അതൊക്കെ വരാം. പക്ഷെ നോബഡി ഈസ് ടേക്കിംഗ് ഇറ്റ് അപ്പ് ആൻഡ് അതിനെ ഒരാളെ റോങ് രീതിയിലിട്ട് അതിനെ ഒരാളെ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അതിനെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് സീൻ ദിസ് എനിവേർ. കേരളത്തിൽ അതിന്റെ ഒരു ഇപ്പൊ കുറച്ചും കൂടെ കൂടുതലാണ് പ്രോബബ്ലി. ഇവിടുത്തെ എന്റർടൈൻമെന്റ് കൾച്ചർ എന്ന് പറയുന്നത്, ഇവിടെ ഒരു പബ് കൾച്ചർ ഇല്ല, ഇവിടെ ഒരു മ്യൂസിക് കൾച്ചർ ഇല്ല. ഇവിടെ സാറ്റർഡേ ഇവിടെ ദാറ്റ്സ് ദ റീസൺ വൈ പ്രോബബ്ലി ആ ഒരു റീസൺ ആയിരിക്കാം സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഹോമിൽ വേറെ റൂട്ട്സ് ഇല്ല. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ സിനിമ, ഗോയിങ് ഔട്ട് ടു എ റെസ്റ്റോറൻറ്റ് ആൻഡ് ഹാവിങ് ഫുഡ്, സിനിമ ആൻഡ് സോഷ്യൽ മീഡിയ. വേറൊരു അവന്യൂ പറഞ്ഞ് ഒരു യങ് അല്ലെങ്കിൽ ഒരു 18-19-year-old 20-year-old വേറൊരു അവന്യൂ to go and spend time quality time somewhere എന്ന് പറയാനായിട്ടുള്ള ഒരു ഹാങ് ഔട്ട് പ്ലേസസ് സിറ്റീസിൽ. ഇപ്പോൾ കൊച്ചിയിൽ കുറച്ചൊക്കെ ഹാങ് ഔട്ട് പ്ലേസസ് ഉണ്ടാവാം അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു അതർ ടൗൺസിൽ അല്ലെങ്കിൽ മെട്രോസ് കഴിഞ്ഞിട്ടുള്ള ടൗൺസിലൊക്കെ പോകണം. ഹാങ് ഔട്ട് കൾച്ചർ മാക്സിമം പോയി ഒരു ചായ കുടിക്കാം അല്ലേ? അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊരു ഹാങ് ഔട്ട് കൾച്ചർ ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ വേറെ എവിടെയും ചെന്നൈയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ യെസ്, അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ആൾക്കാർക്ക് അതിലേക്ക് ശ്രദ്ധകൾ പല രീതിയിലോട്ടുള്ള ബ്രാഞ്ചസ് പ്രോബ്ലം. അതിന്റെ ഇപ്പം ഇവിടെ സോഷ്യൽ മീഡിയ സ്റ്റാർസ് ഉണ്ടാവുന്നതിന്റെ റീസണും അതായിരിക്കും. ചിലവർ അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് ഞാനിപ്പോ വാഴ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുക. സോറി, ഞാൻ ഡൈവേർട്ട് ചെയ്ത് വേറെ പോകുന്നത് ചാറ്റ് തന്നെയല്ലേ. ഹാഷിറിനെ എനിക്ക് വാഴ 1 ഇറങ്ങുന്നതിന് മുമ്പ് അറിയില്ല അല്ലേ? അപ്പൊ ഹാഷിറിന്റെ ഒരു ഫാൻ ഫോളോയിങ്ങും കാര്യങ്ങളും. അപ്പം there is a parallel world. അവിടുത്തെ സൂപ്പർ സ്റ്റാർസ്, അവിടുത്തെ ദോ ഇറ്റ് ഇസ് ഇൻ ദ സിനിമ എന്ന് പറയുമ്പോൾ അതൊരു മാസ് മീഡിയമാണ്, വേറെ തലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭാഷകളിലേക്കും ഒക്കെ അറിയപ്പെടുന്നു. ബട്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് മാത്രം നിൽക്കുന്ന വേൾഡ് വൈഡ് അവിടെയും സൂപ്പർ സ്റ്റാർസ് അല്ലേ? അപ്പൊ അത് സോഷ്യൽ മീഡിയനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്ത് അതിൽ നിന്നും അവര് സക്സസ്ഫുൾ ആയ ഒരു ജനറേഷനും ഇവിടെ ഉണ്ട് എന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നവരെ ഉണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും. പക്ഷെ അത് പലർക്കും ചിലപ്പം ചിലരെ അറിയത്തില്ലായിരിക്കും ആൾക്കാർ ഈ പറയുന്നത്. ബട്ട് ഇതിനെ ഇപ്പൊ ഞാൻ ഹോം എന്ന് പറഞ്ഞ സിനിമ ഇതിനെ ഇത് കണ്ട് ഡിപ്രഷനിൽ പോകുന്നവരുണ്ട്. കാരണം ഞാൻ പറഞ്ഞ അതേ ഡയലോഗാണ്. അതായത് നമ്മൾ എവിടെയും ഒന്നും ആയില്ലല്ലോ. അതായത് ഓരോ ദിവസവും കാണുന്നു സക്സസ് വീഡിയോസ് കാണുന്നു, ഫ്രസ്ട്രേഷൻ. അപ്പം
ഒരു ജനറൽ ടെൻഡൻസിയാണ്. ഇപ്പം പണ്ട് പറയുമ്പോൾ ശ്രീശാന്ത് ബൗൾ ചെയ്യുമ്പോൾ ഇവനെ ഒന്ന് 6 അടിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന മലയാളികളുണ്ട്. ബിക്കോസ് ഞാൻ ആ ഏജിൽ ഞാൻ എവിടെ എത്തിയില്ലല്ലോ, അത് ആ ഫ്രസ്ട്രേഷൻ കൊണ്ട് നടക്കുന്നവരും. അപ്പോഴാണ് ഒരു ആക്ടറിനെയോ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരാളെ കുറിച്ച് ഒരു നെഗറ്റീവ് ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതെ എന്നാ പിന്നെ ഇതൊന്ന് ആഘോഷിച്ചേക്കാം, അങ്ങനത്തെ മെന്റാലിറ്റി ഉള്ളവരുണ്ട്. അതിനെ എന്നാ ഇതിന്റെ റിയാലിറ്റി എന്തായിരിക്കും എന്ന് ചെക്ക് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന്റെ ഒരു റിയാലിറ്റി എന്താണ്, അതിന് പല വേർഷൻസ് ഉണ്ടാകും. ഏത് ഇൻസിഡന്റിനും അറ്റ്ലീസ്റ്റ് 4 വേർഷൻ ഉണ്ടാവാം അല്ലെ, എങ്ങനെ പോയാലും. ആ വേർഷൻസ് ഒന്നും നമ്മൾ കേൾക്കണം. നമ്മളൊരു ഫസ്റ്റ് പ്രൈമ ഫേസ് ഒരു വേർഷൻ കേൾക്കുന്നു, ആ വേർഷൻ നമ്മൾ അതിനെ ഫിക്സ്ഡേറ്റഡ് ആവുന്നു, എന്നിട്ട് അതിനൊരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ തന്നെ അതിനൊരു വിധി നിർണ്ണയിക്കുന്നു. ഏതാണോ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത് ആ വിധി നിർണയത്തിന് ശേഷം പിന്നെ വരുന്ന വിധികൾക്കൊന്നും പ്രസക്തി ഇല്ല, ഒരു മൂല്യമില്ല. കാരണം ഫസ്റ്റ് ഇങ്ങനെ വന്നല്ലോ, വിധിച്ചു കഴിഞ്ഞല്ലോ. തീർച്ചയായിട്ടും പിന്നെ വരുന്ന അതിന്റെ ജെന്യുവൻ ആയിട്ടുള്ള കോടതി വിധിക്കോ അല്ലെങ്കിൽ അതിന്റെ ജെന്യുവൻ ആയിട്ടുള്ള റീസണിനോ ഐ ഓൾറെഡി അതിന്റെ നമ്മൾ നിർണയം കഴിഞ്ഞു. പക്ഷെ അല്ല, അത് ഗോത്രൂ ചെയ്യുന്ന ഭയങ്കര അധികം ഒരു ഭയങ്കര ട്രോമ. ഐ മീൻ അത് ഗോത്രൂ ചെയ്തവർക്ക് ആ ട്രോമ മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ കോൺഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന കുറച്ചും കൂടെ ഒന്ന് വിവേകത്തോടെ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ആ സമയം അതിക്രമിച്ചിരിക്കുന്നു. ദിസ് ഈസ് ഗോൺ ടു ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് എമംഗ് യങ്സ്റ്റേഴ്സ്. ഐ മീൻ എല്ലാവർക്കും പേടിയാണ്, ഭയമാണ് സോഷ്യൽ മീഡിയ. പക്ഷെ ഇതിനെ ഇങ്ങനെ ടേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ വിരളമാണ്. എങ്കിൽ കൂടിയും ഇപ്പം ഈ പറയുന്ന ഒരു അപ്സ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന പലരും പല രീതിയിലാണ്. റൈറ്റ്. സോ വിജയുടെ ഒരു മൈൻഡിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഐ ഡോണ്ട് കെയർ. നമ്മുടെ അതേ പറഞ്ഞ ഐ ഗോ ബൈ മൈ കോൺഷ്യൻസ്. അല്ലേ, ഞാൻ പറയണ ഞാൻ ഇതിന് എൻ്റെ ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുള്ളതാണ്. ഐ മീൻ ഐ എം നോട്ട് ഇപ്പം എൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പം എന്നെക്കുറിച്ചുള്ള കഥകൾ വന്നിരുന്നു. ഞാനത് വായിച്ചിട്ട് അത് ആദ്യം തന്നെ ഒരു ഭയങ്കര ഒരു വലിയൊരു ടാബ്ലോയിഡ്, ഐ മീൻ യെല്ലോ ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പല ടാബ്ലോയിഡ്സ് ഉണ്ട്. അപ്പോൾ ആ ടാബ്ലോയിഡ്സിൽ അവർ ഒരു കഥ എഴുതുകയാണ്. ഐ എം ബോൺ വിത്ത് എ ഗോൾഡൻ സ്പൂൺ. എൻ്റെ അച്ഛൻ ഒരു മില്യനെയർ ആയിരുന്നു. ഓക്കെ, ഞാൻ ലോയോള കോളേജിൽ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഞാൻ ലോയോള കോളേജ് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലില്ല. അതിനെ ഏറ്റെടുത്ത് എത്രയോ പേര് എന്നെ ലോയോള കോളേജ്, ഇപ്പം എൻ്റെ വിക്കിപീഡിയ ഞാൻ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ലോയോള കോളേജ് പഠിച്ചിട്ടില്ലെന്ന് ഞാൻ വിക്കിപീഡിയയിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കണം. ബിക്കോസ് അതിനെക്കുറിച്ച് ന്യൂസ് വരില്ലല്ലോ, ന്യൂസാണല്ലോ വിക്കിയിൽ വരുന്നത്. അപ്പം മൈ കോളേജ് മേറ്റ്സ് സെയിങ് എടേ മച്ചാ നീ എപ്പോഴാ ലോയോള കോളേജിൽ പോന്നെ. അപ്പം ഐ ഹാവ് നോട്ട് ഗോൺ. ആൾക്കാർ ചിലപ്പോ അങ്ങനെ അങ്ങനെ കഥകൾ, അതായത് ഗോൾഡൻ സ്പൂൺ, ഫാദർ മില്യനെയർ, ലോയോള കോളേജ്. ആഫ്റ്റർ ദാറ്റ് ഐ വെന്റ് ടു ദുബായ്. ഏതോ ഷെയ്ക്കിനെയൊക്കെ പറ്റിച്ചിട്ട് കുറെ മില്യൺസ് ഉണ്ടാക്കി. ആ പൈസയുമായിട്ട് ഞാൻ ഇവിടെ വന്നു. പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, സിനിമകൾ. പക്ഷേ അതിന്റെ റിയാലിറ്റി എന്താണെന്ന് ആ ന്യൂസ്, ആ ടാബ്ലോയിഡിൽ നിന്നും ന്യൂസ് അത് സ്പ്രെഡായി പല സ്ഥലത്തേക്ക് പോകും. നമ്മൾ തന്നെ ചിലപ്പോൾ ആലോചിക്കും, ഇനിയിപ്പം ഞാൻ ലോയോള കോളേജിലാണോ പഠിച്ചത്, സോ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും വിചാരിക്കും ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ 5000 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്ത് തുടങ്ങി. 5000 രൂപ. സാറ്റലൈറ്റ് ചാനലിലോട്ട് നമുക്ക് സാറ്റലൈറ്റ് ചാനൽ അതിന് മുമ്പ് സെയിൽസ് എക്സിക്യൂട്ടീവ്. ഐ വാസ് എ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇൻ എ ടെലിവിഷൻ ചാനൽ.